ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കുറച്ച് തിരക്കായിപ്പോയി, അതാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്താക്കാൻ വേണ്ടി, അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ കുറേ നാളായിട്ട് സ്റ്റക്കാണ്. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് വരുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്താക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അങ്ങനെ ഒരു നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ആക്കി നിർത്തുവാനും ഇവർ സ്വയം സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇവർ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ എന്തൊക്കെ ശ്രമങ്ങളാണോ നടത്തുന്നത് ആ ഒരു ശ്രമങ്ങളെല്ലാം സക്സസ് ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവരുടെ വിഷ് എന്താണോ അത് സക്സസ് ആക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജ്, അവരുടെ പേഴ്സൻ്റെ മെസ്സേജ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യാണ്. നിങ്ങൾ മാത്രമാണ് ഇവരുടെ ഡെസ്റ്റൈൻ പാർട്ട്ണറായിട്ട് ഇവർക്ക് തോന്നുന്നത്. ഇവരുടെ എന്തൊക്കെ വിഷസാണോ ഉള്ളത് അതെല്ലാം ഫുൾഫിൽമെൻ്റ് ആകുന്നതാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവർ കുറേ നാളായിട്ട് ഐസൊലേഷനിലാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലായിരിക്കാം, നിങ്ങളോട് ഒരു അകൽച്ച വയ്ക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഇവർ സ്വയം ആഗ്രഹിക്കുകയാണ് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരണമെന്ന്. ഇവിടെ ക്വിക്ക് ഡിസിഷൻ്റെ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഒത്തിരി വെയിറ്റ് ചെയ്തു ഈ ഒരു സിറ്റുവേഷൻ എന്താക്കണമെന്ന്. പക്ഷേ ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇനി ഇവർക്ക് ഏത് സിറ്റുവേഷനിലായാലും ഒരു പേടിയുമില്ല, ഫിയർലെസ് ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദേഷ്യത്തിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബ്രേക്കപ്പിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ സക്സസ് ആഗ്രഹിക്കുകയാണ്. ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് അതെല്ലാം എന്താക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഡിറ്റാച്ച്ഡ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഡേ ഡ്രീമിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം എക്സ്പ്രഷൻ ഓഫ് ലവ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബിന്ദാസായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ആരെയും പേടിക്കുന്ന ആ ഒരു വൈബ്രേഷനിലല്ല ഇവിടെ ഉള്ളത്. ഇവർ നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങൾക്ക് നേരെ മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരെയും മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിവർക്ക് തോന്നിക്കഴിഞ്ഞു. ഇപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഇനി കൂടുതൽ ഹേർട്ട് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ചത് അവരുടെ റിയാലിറ്റി എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതായത് ഇവർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം നല്ലതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് തോന്നി ഇവരുടെ ഫാമിലിയും കൂടെ ഇവർക്ക് വേണം എന്നുള്ള തോന്നൽ വന്നു. അല്ലെങ്കിൽ വേറൊരാളുടെ ആ ഒരു വാക്കുകളിൽ വീണ് നിങ്ങളെ ഉപേക്ഷിക്കാനും നിങ്ങളുമായിട്ട് അകൽച്ച വയ്ക്കാനും എല്ലാം ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലാണ്, ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ആറ് കാരണമാണോ ഇവർ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് അവരുടെ റിയാലിറ്റി നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
കാരണം ഇവർക്കിപ്പോൾ തോന്നി നിങ്ങളാണ് ഇവരുടെ സ്നേഹം ഡിസർവ് ചെയ്യുന്ന ആളെന്ന്. കാരണം നിങ്ങൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ചാൻസും കൂടെ തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വെയിറ്റിംഗ് ഒരിക്കലും കാലിയായി പോകത്തില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്, വരാൻ പോകുന്ന സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾക്കൊരു സോളിഡായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്യുക, സോളിഡായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പുറത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂടെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇവർക്ക് സ്വയം ഇവരോട് തന്നെ ദേഷ്യം തോന്നുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ഇവർ കാരണം നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഇനി സന്തോഷിപ്പിക്കണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർ എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയും ഇവരുടെ ഭാഗത്ത് തെറ്റുമായിട്ടാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇവരുടെ തെറ്റുകൾ എന്താണോ അത് ഇനി ശരിയാക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് ഇമ്മച്യൂറായിട്ടുള്ള ബിഹേവാണ് ചെയ്തത്. നിങ്ങളിൽ നിന്ന് ദൂരെ പോയപ്പോഴാണ് നിങ്ങളുടെ വില എന്താണെന്ന് ഇവർക്ക് മനസ്സിലായത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ, അതായത് ഈ ഒരു പേഴ്സൻ്റെ വീട്ടുകാർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആക്ഷൻ ഇവർ എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പൊസസീവാണ് നിങ്ങൾക്ക് വേണ്ടി. അതായത് എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ആവണം, അവരുമായിട്ടൊരു ജീവിതം ഉണ്ടാവണം, അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, സ്റ്റാൻഡ് എടുക്കണം, ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു പൊസസീവ്നെസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം അവർ നിങ്ങൾക്ക് വേണ്ടി പൊസസീവ് ആവുകയും ആ രീതിയിലുള്ള ആക്ഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് എന്ത് ടെക്നിക്ക് ചെയ്താലും എൻ്റെ ലവ് ലൈഫിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന സമയം ഉണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം പേഷ്യൻസായിട്ട് പ്ലാൻ ചെയ്ത് എന്തൊക്കെ നീക്കങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു ഫലം വരാൻ പോകുന്ന സമയം കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇതുകൂടാതെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അവരോട് പറയുന്നത് അത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് പോകണമെന്ന്. എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള രീതിയിലുള്ള ആക്ഷൻസ് എടുക്കും. അല്ല നിങ്ങളുടെ അടുത്തേക്ക് പോകണ്ട എന്നാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എങ്കിൽ അവർ ഒരു ആക്ഷൻ എടുക്കത്തില്ല. പക്ഷേ ഇവിടെ വൈബ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ പോകണമെന്ന് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നതായിട്ടാണ്. അപ്പോൾ പല ആൾക്കാരുടെയും ലൈഫിൽ സഡനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ്. പല ആൾക്കാരുടെയും പാർട്ട്നേഴ്സ് തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാകുന്നതാണ് വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങൾക്ക് ഇടയിൽ ഒരു മിറാക്കിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഡനായിട്ട് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അത് എന്താകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു മിറാക്കിൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സഡനായിട്ട് തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ട്, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുവാനാണ് പറയുന്നത്. നിങ്ങളുടെ ഏഞ്ചൽസും നിങ്ങളുടെ ഡിവൈനും എപ്പോഴും നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ അവരെ വിശ്വസിച്ചാൽ മാത്രം മതി. എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ പറയുക അവരോട്. കുറേ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ഫുൾ മൂൺ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.